റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായി പ്രതികരിക്കാൻ റഷ്യ ഒരുങ്ങുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച ശേഷമായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ. 1.5 മണിക്കൂറാണ് ഇരു നേതാക്കളും സംസാരിച്ചത്. റഷ്യയ്ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നിവയായിരുന്നു ചർച്ചാ വിഷയം. ഈ ചർച്ചയിലാണ് പുടിൻ ട്രംപിനോട് യുക്രൈന്റെ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ജൂൺ 1-നാണ് റഷ്യയെയും പുടിനെയും ഞെട്ടിച്ചുകൊണ്ട് യുക്രൈൻ റഷ്യൻ വ്യോമതാവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിന്റെ ഭാഗമായി റഷ്യയുടെ 40 യുദ്ധവിമാനങ്ങൾ തകർത്തതായാണ് യുക്രൈൻ അവകാശപ്പെട്ടത്. മുർമാൻസ്ക്, ഇർകുട്സ്ക്, ഇവാനോവോ, റിയാസാൻ, അമുർ എന്നീ മേഖലകളിലെ സൈനിക വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ വ്യോമാക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. മർമാൻസ്കിലും ഇർകുട്സ്കിലും ഒഴികെ മറ്റ് വ്യോമതാവളങ്ങളിലെ വ്യോമാക്രമണം റഷ്യ പ്രതിരോധിച്ചെന്നും ഡ്രോൺ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ട്രക്ക് ഡ്രൈവറെ ചോദ്യം ചെയ്യുമെന്നും റഷ്യ അറിയിച്ചിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു യുക്രൈൻ ആക്രമണം നടത്തിയത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ തടികൊണ്ട് നിർമ്മിച്ച ഷെഡുകൾക്കുള്ളിലാണ് ഒളിപ്പിച്ചുവെച്ചത്. ട്രക്കുകളിൽ അവ റഷ്യൻ വ്യോമതാവളങ്ങളുടെ സമീപം കൊണ്ടുപോയി. തുടർന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുക്രൈൻ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് ഇതെന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും യുക്രൈന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ SBUവിന്റെ തലവൻ വാസിൽ മാലിക്യുമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയതെന്ന് യുക്രൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. റഷ്യ മിസൈൽ ആക്രമണം നടത്തി ദിവസങ്ങൾക്കുള്ളിലായിരുന്നു യുക്രൈന്റെ പ്രത്യാക്രമണം. യുക്രൈനിയൻ നഗരങ്ങളിൽ 367 മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ 13 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കീവ്, ഖാർക്കീവ്, മൈക്കോലൈവ് തുടങ്ങിയ നഗരങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് റഷ്യൻ ആക്രമണത്തിൽ ഉണ്ടായത്.